അതായത് നമ്മൾ എന്തൊരു വ്യവസായം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല സമയം ചീത്ത സമയം ഉണ്ടാവും. ചീത്ത സമയം എന്ന് പറഞ്ഞാല് നമ്മള് അപ്ഡേഷൻ അല്ലാതെ ഒരേ ഇരിപ്പ് ഇരുന്നോട് തന്നെ ഇരുന്ന് എണീക്കാതെ അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ നഷ്ടം തന്നെ സംഭവിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ തുടങ്ങിയ കാലഘട്ടത്തില് 88 എന്ന് പറഞ്ഞാല് കേരളത്തില് പ്ലാസ്റ്റിക് വ്യവസായ രംഗത്തെ ഏറ്റവും വലിയ അധികാരിമാരിൽ ഒരാളായിരുന്നു. അതായത് അന്ന് ബ്രാൻഡിങ് ആയിട്ട് കേരളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ പോയിരുന്ന ഒരു സ്ഥാപനം. പിന്നീട് നമ്മുടെ കാലങ്ങളായിട്ട് വന്ന ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് ഇന്ന് ആരുടെയെങ്കിലും കാലിൽ ഹവായി ചെരുപ്പുണ്ടോ? ഇല്ലല്ലോ. ഈ ഹവായി ചെരുപ്പായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ്. 10 ടണ്ണ് കവർ ഒരു മാസം VKC, അലൈജ, പിന്നെ പാരഗൺ, യുവ ഹവായി, ഹരിത അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ചെരുപ്പുകളൊക്കെ മാറി ചെരുപ്പുകളുടെ കവർ ഒഴിവാക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് വന്നു. ഞങ്ങൾ നേരെ ടെക്സ്റ്റൈൽസ് മേഖലയിലേക്ക് കവർ സപ്ലൈ ചെയ്യുന്നതിലേക്ക് മാറി. പ്രോഡക്റ്റ് മാറി നേരെ ഒരു സർവീസ് ഇതിലേക്കുള്ള മാറി. ടെക്സ്റ്റൈൽ മേഖലയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഷോപ്പ് വേണ്ടിടത്ത് 100 ഷോപ്പാണ് നമ്മുടെ ടൗണിലുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 10 ടെക്സ്റ്റൈൽ ഷോപ്പ് വേണ്ട സ്ഥലത്തേക്ക് 100 ഷോപ്പ് ഉണ്ടാവും. ഈ 100 ഷോപ്പിലേക്കുള്ള ഇവർക്ക് സാധനം വാങ്ങണമെങ്കിൽ എല്ലാവരും കടത്തിലാണ് വാങ്ങുക. കടം വാങ്ങി ഇവർ കുറച്ച് കഴിഞ്ഞാൽ ഈ കാശ് കൊടുക്കാൻ പറ്റില്ല. അപ്പോ സാധനം കൊടുക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് കടം ബാക്കിയാവും. അങ്ങനെ ഈ കച്ചവടം ഇങ്ങനെ പോയി 2008-2013 ആകുമ്പോൾ നമുക്ക് വലിയൊരു സംഖ്യ ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിന്ന് മാത്രം കിട്ടാനായി. ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ കിട്ടാനായപ്പോ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒന്നുകിൽ ഇയാള് ആത്മഹത്യന്റെ വക്കിലാവും, അല്ലെങ്കിൽ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് വീടും പറമ്പും വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ പണം കിട്ടാൻ ഒരു മാർഗമില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ 2010 മുതൽ 2013 വരെയുള്ള കാലഘട്ടം കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഈ കച്ചവടം വേറെ രീതിയിലേക്ക് മാറ്റാം എന്ന രീതിയിലാണ് നമ്മുടെ ഒരിക്കലും ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ള ഒരു കസ്റ്റമറെ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നിന്ന് മാറ്റിയിട്ടാണോ ഇല്ലാതെയാണ് നമ്മൾ പുതിയ രീതിയിലേക്ക് മാറിയത്. അങ്ങനെ ഇന്നിപ്പോ നമ്മൾ കൊടുക്കുന്ന കവറുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, കൊറിയർ അയക്കാനുള്ളത്, പാക്ക് ചെയ്തിട്ട് നമ്മൾ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്, ഒരു ഉൽപ്പന്നത്തിന്റെ കവർ എങ്ങനെ ഭംഗിയാക്കാം എന്നതിനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ബോട്ടിലിന് പകരമായിട്ടുള്ള കവർ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ഇന്ന് മാർക്കറ്റിൽ ഇപ്പോഴും നിൽക്കാൻ പറ്റിയത്. അതൊക്കെ ഏകദേശം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് മാത്രം പറഞ്ഞു. നമ്മുടെ വിഷയം സംരംഭകത്വം നമ്മൾക്ക് എന്തൊക്കെ സാധ്യതകൾ എന്നുള്ളതാണ്. നമ്മുടെ മലബാർ മേഖലയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സാധ്യതകളാണ് ഇപ്പോ ഈ ആനന്ദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയാം? ഗുജറാത്തില് യെസ് മിൽക്ക്. ഇത് നമ്മളെ ഒരു മലയാളി ഇവിടുന്ന് പോയിട്ടാണ് വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഈ പ്രദേശത്തെ പാലുൽപ്പന്നങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ പോകുമ്പോൾ ഇപ്പോ ഭയങ്കര ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് കർഷകരെ. ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് അവർ തുടങ്ങിയതാണ് ഇന്നുള്ള അമൂൽ എന്ന് പറഞ്ഞ കമ്പനി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമൂൽ ബ്രാൻഡ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്കൊക്കെ ഒരു തോന്നൽ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അമൂൽ. കാരണം കുറച്ച് കർഷകർ കൂടി ചേർന്ന് ഒരു സഹകരണ സംഘം ഉണ്ടാക്കിയിട്ട് അവരുടെ പ്രോഡക്റ്റ് ലോകം മുഴുവൻ സപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരാളായിട്ട് അമൂൽ ഒരു ബ്രാൻഡായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ മൂർക്കനാട് പഞ്ചായത്തിൽ നിന്ന് ഒരു ഉൽപ്പന്നം
ലോക ബ്രാൻഡിലേക്ക് എത്താൻ പറ്റാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും സംശയമില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എത്തിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം മൂർക്കനാട് പഞ്ചായത്തിൽ നിന്നും വരാൻ സാധിക്കും, ഇല്ലേ? പറ്റൂലേ? നമുക്ക് എന്തെല്ലാം റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ റഷ്യന്നോ അമേരിക്കൻ കമ്പനിന്റെ അരിപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ആർക്കെങ്കിലും അറിയാം? ഇല്ലല്ലോ. ഉണ്ടോ? ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിക്കാരന്റെ അരിപ്പൊടി ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? പക്ഷെ ഇല്ല. അരി ലോകം മുഴുവൻ അംഗീകരിച്ച ഭക്ഷണമാണോ? ആണോ? നമ്മൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഉപയോഗിക്കാത്തത്. ഇന്ന് നമുക്ക് കിട്ടുന്ന അരിയിൽ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? വെറും തവിട് കളഞ്ഞ ഒരു വൈറ്റ് കാർബോഹൈഡ്രേറ്റ് മാത്രം അടങ്ങിയ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഈ അരിഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ള പേഷ്യന്റ് രോഗികളായിട്ട് മാറിയത്. എങ്ങനെയാണ് ഈ അരിഭക്ഷണം നമ്മൾ ഇത്ര വിഷാംശമായി മാറിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും ചെറുക്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് തവിട് മൊത്തം നമ്മൾ കളഞ്ഞിട്ട് അതിലുള്ള വൈറ്റ് ഇത് മാത്രം, അതായത് ആ വൃത്തിയുള്ള കാണാൻ തുമ്പപ്പൂ പോലത്തെ, പണ്ടൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു, തുമ്പപ്പൂ പോലത്തെ ചോറിനെ പറ്റിയിട്ട് ഒരു ഭംഗിയെ കിട്ടിട്ടൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ നമ്മുടെ മേശപ്പുറത്ത് അങ്ങനത്തെ ഒരു ഭക്ഷണം കിട്ടുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. ഫിസിക്കലി ഹാപ്പി അല്ല, നമ്മൾ മെന്റൽ ഹാപ്പി ആണ് ഉണ്ടാവുന്നത്. ഫിസിക്കലി ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമായ തവിടും കൂടി ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല ഭക്ഷണം കിട്ടുക. നമ്മൾ മൂർക്കനാട് കൃഷി ചെയ്യുന്ന നെല്ല് നല്ല തവിട് ഉള്ള നെല്ലല്ലായിരുന്നു നമ്മൾ. നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ആ നെല്ല് പിന്നെ എത്ര കുത്തിയാലും വെളുക്കൂല. എന്നിട്ട് വീട്ടുകാർ പറയും ഇത് വെളുത്ത്, വില്ലേറിനോട് പറയാം, കുറ്റം പറയാം, ഇത് വെളുത്തിട്ടില്ല, ഇല്ലേ? അപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ള അരി നല്ല ഭംഗിയായിരുന്നു നമുക്ക്, അത് തിന്ന് ശീലമായി. എന്നാൽ ഞാൻ പറയുന്നു, ആ ഒരു പ്രോഡക്റ്റിന് ഹൈ വാല്യൂ ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റിന് ഹൈ വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ? മൂർക്കനാടുള്ള ആളുകൾക്ക് ഒരുമിച്ച്, ഒരാൾക്കല്ല, ഒരു കൂട്ടം ആളുകൾക്ക് ഇന്ന് ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആ തവിട് കളയാത്ത അരി, അതിന്റെ പൊടി, ഇതൊരു ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ? ലോകം മുഴുവൻ അത് അക്സെപ്റ്റ് ചെയ്യും, ഒരു സംശയവുമില്ല. സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾക്ക് സംശയമില്ല. എന്താ ഒരു ഉത്സാഹമില്ലാത്ത? ആ തവിടോട് കൂടിയ 100% തവിടോട് കൂടിയ അരി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റുന്നുള്ളത്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ചെറിയ ഒരു ഊർജം മാത്രം മതി. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാർ ഇങ്ങൾക്കൊക്കെയാണ് വേണ്ടത്. അത് കിട്ടുകയെന്നുള്ളതാണ്. അതിനാണ് നിങ്ങൾ മാർക്കറ്റിൽ പോയി അന്വേഷിക്കൂ, ഒരു കടയിൽ അന്വേഷിക്കൂ, 100% തവിടുള്ള അരി കിട്ടുമെന്ന്. അവിടെയാണ് മാർക്കറ്റ് വാല്യൂ. നമ്മുടെ നാട്ടിൽ എന്താ ഉള്ളത്, നമുക്കൊക്കെ അവിടെ കിട്ടും. അങ്ങനെ ഒരു ചിന്ത വന്നതിനോടാണ് നമ്മളൊക്കെ ഈ ഒരാള് ചെയ്ത പ്രൊഡക്റ്റിനോട് കൂടി നമ്മൾ പോണത്. അല്ലെങ്കിൽ നമുക്കൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഒരാൾക്കും വ്യത്യാസമല്ല. ഇപ്പൊ എടയൂർ ഭാഗത്ത് എടയൂർ മുളക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ചെയ്തിട്ട് വരുന്നു, എടയൂർ മുളക് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പ്രത്യേകത അറിയോ? എടയൂർ മുളകിന്റെ പ്രത്യേകത അറിയോ? നിങ്ങൾക്കൊക്കെ അറിയാം, പഴയ കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന മുളക്, ഉപ്പി തോരൻ വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മുളകുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയി എടയൂർക്കാരൊക്കെ ഇവിടെയൊക്കെ വിത്ത് ശേഖരിച്ച് അവരിപ്പോ കൃഷി ചെയ്യാൻ തുടങ്ങി. എടയൂർ മുളക് എന്നുള്ള പേരില് നാടൻ മുളക്, ഈ ഒരു കുറവ്, നല്ല ടേസ്റ്റ്. നമ്മൾക്ക് ഗുണ്ടൂർന്ന് പറഞ്ഞ മുളക് ഇവിടെ ഇഷ്ടംമാരി എൻ്റെ അടുത്ത് കവർ വാങ്ങുന്ന ആളുകളോട് ഞാൻ ഇന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരൊറ്റ പാടിലാണ്, നിങ്ങൾ ഈ ഗുണ്ടൂരിന്ന് വാങ്ങിയ മുളകല്ല കൃഷി ചെയ്യേണ്ടത്, പൊടിച്ച് പാക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഒരു പ്രത്യേക വിത്ത്, നമ്മുടെ കർഷകരെ ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവാക്കേണ്ടത് കേരള ഗവൺമെന്റ്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റും ആരോഗ്യത്തിനുള്ള ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു ഐറ്റം കണ്ടെത്തിയിട്ട് അത് പൊടിച്ച് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഉണ്ടാവുമല്ലേ? ഈ ഗുണ്ടൂരിന് പിന്നെ എലിയും പിന്നെ കാക്കിയും പൂച്ചയും നായ്ക്കളും പിന്നെ കാഷ്ടിച്ച മുളക് നമ്മൾക്ക് ഇവിടെ പൊടിച്ച് പാക്ക് ചെയ്യുമ്പോ അത് എല്ലാവരും ചെയ്യുന്നതാണ്. അതിന് വ്യത്യസ്തമായിട്ട് ചെയ്യും. വിലയല്ല, വില ഒരു പ്രശ്നമല്ല. വില അവനാന്റെ ഉൽപ്പന്നത്തിന്റെ വില ആരാ ഇടേണ്ടത്? അത് ഉണ്ടാക്കണവനാണ് ഇടേണ്ടത്. വാങ്ങണവന് അത് മനസ്സിലാകണം.
ഇത് ഈ വിലക്ക് വാങ്ങാൻ പറ്റുന്നത്. കറക്റ്റല്ലേ? അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഒരു ഉൽപ്പന്നത്തിന്റെ വില എന്താ? ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ സാധനം എന്താണ്? സോപ്പ്. അറിയോ? ഇതിങ്ങനെ കണ്ടാൽ സാധാരണ 10 രൂപക്ക് വാങ്ങുന്ന ഒരാള് ഇതിനൊരു 50 കൊടുക്കാൻ തയ്യാറാണോ ഇല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. 10 രൂപക്ക് വിൽക്കാൻ പറ്റുന്ന ഈ ഒരു സാധനം 50 രൂപ കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് ചോദ്യം. പറ്റുമോ? ഇല്ലേ? 50 രൂപക്ക് ഇതിന് വില ഇട്ടാ വാങ്ങോ? വാങ്ങൂല എന്നുള്ളത് വാങ്ങുന്നല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഉൽപ്പന്നത്തിന് അത് അതിന്റെ തനി രൂപത്തിൽ. ഇപ്പൊ കുരുമുളക് വീട്ടിലില്ലാത്ത ആരും ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടോ? എന്താ കുരുമുളക് ചെയ്യല്? ഒക്കെ കൂടി ഇട്ടിട്ട് തൊട്ടടുത്ത് കടക്കാരെ എന്താ പറയുന്നത് വെച്ചാല്, ഇപ്പോ ഇന്നലെ വില കുറഞ്ഞു, ഇന്ന് കുരുമുളകിന് 50 രൂപ കുറഞ്ഞു, 600 ആണത്. കൊടുക്കോ? അവിടെ കൊടുത്തിട്ട് നമ്മൾ കായ് വാങ്ങി പോക്കറ്റിട്ട് പോരും. ഒരു ചെറിയ പാക്കറ്റ് 50 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട്, ഇന്നിപ്പോ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ ഒരു സംസാരം ശ്രദ്ധിച്ചോള്. അയാൾ 1 രൂപ ചെലവാക്കാതെ ഉമേഷ് കൊടുത്ത ഈ പോസ്റ്റർ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇട്ടു. 300 ആൾക്കാർ കണ്ടു, 2 ആൾക്കാർ വന്നു. മനസ്സിലാവണ്ട? നിങ്ങളുടെ വീട്ടില് 100 കിലോ കുരുമുളക് ഉണ്ട്. എന്താ ചേച്ചിന്റെ പേര്? കുമാരി, പത്മകുമാരി. പത്മ കുരുമുളക്. ചേച്ചി ഒരു പേരിട്ടു, പത്മ. ഈ കുരുമുളക് വൃത്തിയാക്കി ഉണക്കി അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിലിട്ട് അതിന്റെ ഒരു പിന്നെ എങ്ങനെയൊക്കെയാണ് പ്രോസസ്സിങ് നല്ല രീതിയിൽ ചെയ്യുക, അതിന്റെ പിന്നെ ഈ തിമിത്തുകളൊന്നും പെടാതെ വൃത്തിയായിട്ട് ചെയ്ത കുരുമുളക് ഒരു പേരിട്ടിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. പിറ്റേന്ന് ഒരാൾ വിളിക്കുക, എനിക്കൊരു 100 ഗ്രാം വേണം. വിൽക്കാൻ പറ്റും? പറ്റൂല. ഇതന്നെ ഞാൻ പറഞ്ഞത്. ഇത് തന്നെ ചെലവില്ലാതെ ചെയ്യാം. ഒരു ചെലവില്ലാതെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഒരാളുടെ ഹെൽപ്പും ഇല്ലാതെ പച്ച മലയാളത്തിൽ നിങ്ങളൊക്കെ ഫോണിൽ ജെമിനി ഉണ്ടാവും. ഈ ജെമിനിയോട് ചോദിക്കാം, ഒന്ന് ജെമിനി, എന്റെ വീട്ടില് ഒരു 100 കിലോ കുരുമുളക് ഉണ്ട്, എനിക്കത് നല്ല വിലക്ക് വിൽക്കണം, ഞാൻ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് എന്റെ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജെമിനി മുഴുവൻ പറഞ്ഞ് ഇരുന്ന് വായിക്കാം. ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. മൊബൈൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു മുതലല്ല. ഇതിന് നമുക്ക് ഇങ്ങനത്തെ ഉപകാരം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഇത് നമ്മളെ എടുത്ത് പഠിപ്പിച്ചപ്പോ മൊബൈല് നമ്മളെ അറ്റൻഷൻ ആണ് നമ്മൾ അവർ കൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളെ ഓരോ മനുഷ്യരുടെയും ശ്രദ്ധ. നമ്മളിപ്പോ ഞാനൊരു ദിവസം എന്റെ വീട്ടിലിരുന്നിട്ട് പറയാം, ഈ ഷർട്ടിന്റെ ബാക്കിലൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചളിയായി കഴിഞ്ഞാൽ ഇത് നല്ല ബ്രാൻഡ് ഷർട്ടൊക്കെ വരുതി കഴിഞ്ഞാൽ കേട്. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഈ കളറിലൊരു സാധനം ഒട്ടിക്കാൻ പറ്റുന്നത് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യം. എത്രത്തോളം ഉപകാരമാണ് നമുക്ക് മൊബൈൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങളെ ഈ ഒരു മുതൽ നിങ്ങൾക്ക് ആവശ്യമാണ്. എന്തെങ്കിലും ഒരു ഉൽപ്പന്നം അതിനെപ്പറ്റി നിങ്ങൾ ഒരാളോട് സംസാരിക്കണം. ഇങ്ങനത്തെ എന്റെ ഈ 10 സെന്റ് സ്ഥലത്ത് എനിക്ക് ഈ തെങ്ങിനൊക്കെ ഒരു കേടുണ്ട്,
ആ കേടിനൊരു മരുന്ന് കിട്ടിയാൽ തിരക്കണില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ നിങ്ങൾ മൊബൈലിൽ ആ ഉൽപ്പന്നത്തിന്റെ ഒരു പരസ്യം വന്നാൽ നിങ്ങൾക്ക് എന്താ പറ്റുക? അത് വാങ്ങും ഇല്ലേ? ഇതാണ് ഇന്നത്തെ മാർക്കറ്റിംഗ്. ഇതിന് പൈസ കൊടുക്കണം കേട്ടോ. ഒരു ദിവസത്തിന് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസത്തിന് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് അവർക്ക് കൊടുക്കണം. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അത് ആരെ കാണിക്കേണ്ടത് എന്നുള്ളത് എന്നോട് ചോദിക്കും. 10 വയസ്സിന്റെയും 20 വയസ്സിന്റെയും ഇടയിലുള്ള ആൾക്കാർ, 30-ന്റെയും 40-ന്റെയും ഇടയിലുള്ള ആൾക്കാർ, മലപ്പുറത്തുള്ള ആൾക്കാരെ മാത്രം, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള മാത്രം ആൾക്കാർ, അല്ലെങ്കിൽ കടപ്പുറത്ത് തീരദേശത്ത് മാത്രമുള്ള ആൾക്കാർക്ക് ഈ ഉപ്പിന്റെ ഒക്കെ കാറ്റ് കേട്ടിട്ട് വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളെടുത്തുള്ളത്. തീരദേശത്ത് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒരു ഡിസ്റ്റൻസിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും ഇത് കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സൗകര്യം എന്താണുള്ളത്? ഒരു ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. ഇത് വേണ്ട, ഒരു 150 റുപ്യക്കൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇതിലൊക്കെ പരസ്യം കൊടുക്കാം. വളരെ ഈസിയാണ്. ഒരു ഉൽപ്പന്നം ആദ്യം കണ്ടെത്തുക. പിന്നെ നമ്മൾ ഉൽപ്പന്നത്തെ പറ്റി ഇപ്പൊ പറഞ്ഞില്ല. ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയാലോ. നമ്മള് ഈ ഏരിയയിൽ കിട്ടുന്ന അതുപോലെ തന്നെ ഒരു സാധനമാണ് പിന്നെ കോക്കനട്ട്. പിന്നെ പറയുന്നില്ല, കാരണം കോക്കനട്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തേങ്ങ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, തേങ്ങ പിന്നെ വറുത്തരച്ചത്, വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ, അങ്ങനത്തെ ഒരുപാട് പ്രോഡക്റ്റുകൾ തേങ്ങയായിട്ട് ബന്ധപ്പെട്ടായിട്ട് അതിലും കൂടുതൽ പിന്നെ ചാൻസ് ഉള്ളതാണ് ഈ ഹെർബൽ പ്രോഡക്റ്റുകൾ. ഹെർബൽ പ്രോഡക്റ്റുകൾക്ക് ഹെർബൽ പ്രോഡക്റ്റുകൾ തലയിൽ മുടിയില്ലാത്ത ഒരാൾ 100 രൂപയുടെ വെളിച്ചെണ്ണയിൽ കുറച്ച് പല സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് 100 ഗ്രാമിന്റെ ഒരു വെളിച്ചെണ്ണ, 100 ഗ്രാം 100 ml ഒരു വെളിച്ചെണ്ണ പോയി അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് മുടി വളരാനോ അല്ലെങ്കിൽ മുടിക്ക് നല്ല കളർ കിട്ടാനോ മുടി നരക്കാതിരിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു 100 രൂപ വിലയുള്ള, 100 രൂപ പോലും കോസ്റ്റ് ഇല്ലാത്ത സാധനം ഇന്ന് മാർക്കറ്റിൽ എന്ത് വിലക്കാണ് വിൽക്കുന്നതെന്ന് അറിയും. 1000 രൂപക്ക് മേലെ മാർജിൻ ഉണ്ടോ? ഹൈ മാർജിനാണ്. പക്ഷെ വേറെ ഒന്നുണ്ട്, ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ വെറുതെ എന്തെങ്കിലും തിളപ്പിച്ചിട്ട് എന്തെങ്കിലും സാധനം ഇട്ട് തിളപ്പിക്കും, അല്ലെങ്കിൽ അന്തരിച്ചൊക്കെ ഇട്ട് വെറുതെ തിളപ്പിച്ചിട്ട് ആൾക്കാർക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കരുത്. കുറച്ചൊക്കെ അതിൽ ഫാക്ട് വേണം. ആ ഫാക്റ്റിന് അല്ലെങ്കിൽ കോൺഫിഡന്റ് വേണം. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ ആ ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ഒരു 100 രൂപന്റെ സാധനം ബ്രാൻഡ് ചെയ്തിട്ട്, ബ്രാൻഡിങ് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പേര്, ഒരു എംബ്ലം, അതായത് സ്റ്റോറിയുള്ള ഒരു എംബ്ലം, ഇതൊക്കെ കൂടിയുള്ള ഒരു സാധനത്തിന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിനെത്തിട്ട് ആ ഒരു ചെറിയ ബ്രാൻഡിനെ നമ്മൾക്ക് ലോകോത്തര നിലവാരത്തിൽ എത്തിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഈ നൈക്ക് ഷൂ കണ്ടിട്ടുണ്ടോ? ഈ നൈക്ക് ഷൂ ഒരു കമ്പനി ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ആദ്യം ഒരു വണ്ടിന്റെ ഡിക്കിലെടുത്തിട്ട് നല്ല ഷൂ നിർമ്മിച്ച് വാങ്ങി, എന്നിട്ട് ആ ഷൂ അയാള് ത്രൂ ഔട്ട് ആദ്യം സ്വന്തം വണ്ടിയിൽ കൊണ്ടുവന്ന് വിൽക്കുക ചെയ്തത്. പക്ഷെ വേറൊരു കാര്യം അയാൾ ചെയ്തു. അയാൾ വിൽക്കുന്ന ഓരോ ഷൂ ക്വാളിറ്റി അഷ്യൂർ ചെയ്തു. 1960 65 എത്ര വലിയ കാലമൊന്നുമായിട്ടില്ല അത് തുടങ്ങിയിട്ട്. ഇന്ന് ലോകോത്തര ബ്രാൻഡ് ആവാനുള്ള കാരണം അതാണ്. ആ ഒരു പ്രോഡക്റ്റിന്റെ ഇപ്പൊ നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലും വാല്യൂ അത് നമ്മൾ കളഞ്ഞു വിളിക്കരുത്. ആ സാധനത്തിന്റെ ക്വാളിറ്റി അഷ്യൂറൻസ് അതുണ്ടെങ്കിൽ ഈ ഹെർബൽ പ്രോഡക്റ്റ്, ഹെർബൽ ഇത് മുടിയാണിക്കോട്ടെ വെളുക്കാനായിക്കോട്ടെ, ഇപ്പൊ ഇന്ദുലേഖ തേച്ചിട്ട് ആരെങ്കിലും വെളുത്തിട്ടുണ്ടോ? പക്ഷെ ഇന്ദുലേഖ പരസ്യം തരുന്നു അതാണ് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ. അത് ഹിന്ദുസ്ഥാൻ വാങ്ങിയത്. അത്തരത്തിൽ
പ്രോഡക്റ്റിന് ഹൈ മാർക്കറ്റ്, ഹൈ ഡിമാൻഡ്, ഒരിക്കലും പരാജയപ്പെടാത്ത രീതികൾ. ഇപ്പൊ എൻ്റെ അടുത്തൊരു കൊണ്ടോട്ടിക്കാരൻ സാധനം എടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മാസം ഒരു 25,000 30,000 കവർ എടുത്ത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ട് 1 ലക്ഷത്തിന്റെ മേലെയാണ് എടുക്കുന്നത്. അത് ഹെയർ ഓയിലാണ്. അതുപോലെ തന്നെയാണ് ഗവൺമെന്റ് ലൈഫ് സ്റ്റൈലിൽ പറയുന്നത്. ഗാർമെന്റ് പിന്നെ ഇപ്പൊ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമോ ഇന്നത്തെ ഒരു സ്റ്റേജിൽ ഗാർമെന്റ്സിന്റെ ഒരു പ്രത്യേകത. ഗാർമെന്റ്സിന് ഒരുപാട് ചാൻസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും ഉള്ള ഒരു ബ്രാൻഡ് നമ്മുടെ നാട്ടില് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ ചൂടുള്ള സമയമാണ്. രാത്രി നമ്മൾക്ക് നൈറ്റിലായിട്ട് കിടക്കുന്ന സമയത്ത് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഒന്നും കിട്ടുന്നില്ല. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടണിൽ നമുക്ക് ബനിയൻ ക്ലോത്ത് നമുക്ക് ബ്രാൻഡ് ചെയ്ത് ഇറക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഗാർമെന്റ്സും ക്ലോത്തിങ്ങും. അതില് ഏറ്റവും വലിയ മാർക്കറ്റ് ഈ ഫുഡ് പ്രോസസിങ് ഇത് തന്നെയാണ്. ഇതില് ആമസോൺ വഴി, ഫ്ലിപ്കാർട്ട് വഴി അതും യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ പാക്കിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു. പാക്കിംഗ് ആണ് മെയിൻ ഒരു അട്രാക്ഷൻ. ഇപ്പോ ഇതൊരു പാക്കറ്റ് ആയിട്ടാണ്. ഇതിലിപ്പോ കുരുമുളകിനെ പറ്റി പറഞ്ഞു. ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് വലിയ ഒരു എക്സ്പെൻസ് ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോ പഴയ കാലത്ത് നമ്മൾ എള്ള് ഉണ്ടാക്കുന്നു, അതേപോലെ പല സാധനങ്ങൾക്കും പയർ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസയോഗ്യമല്ല. ഇത് അമിതമായിട്ട് കീടനാശിനി തെളിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കുറെ സംശയങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നാട്ടില് വേനൽക്കാലമായപ്പോ ഒരു കൂട്ടം ആളുകൾ നെൽകൃഷിയൊക്കെ കഴിഞ്ഞു. അപ്പോ പള്ളിയിൽ ഇരുന്നിട്ട് വെറുതെ അല്ലെങ്കിൽ പുറത്തവരോട് ഇരുന്നിട്ട് ഒരു ചർച്ച ചെയ്തു, നമുക്ക് ഈ പാടത്തൊക്കെ കൂടി ഒന്നിച്ച് പയർ ചെയ്താലാത്ത. അപ്പൊ ആ ചോദിക്കുക അടുത്തത് എങ്ങനെ വിൽക്കുക അല്ലെ? അതിലൊരു മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പയറ് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് പച്ചക്ക് ഉപയോഗിക്കാം. പച്ചക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ അതിന്റെ ഉണങ്ങിയ പയറുണ്ട്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മള് പുറത്തുള്ള പയർ കൊടുക്കുന്നതിനേക്കാളും മാർക്കറ്റിലുള്ളതിനേക്കാളും ഈ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ ഇഷ്ടമാതിരി ആളുകൾ. ഈ ഉണങ്ങിയ പയർ അതിന് ബ്രാൻഡ് ചെയ്യാം. അതിന് കൃഷി വകുപ്പിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ നമ്മൾക്ക് ഓർഗാനിക് ആയിട്ട് ചെയ്യാനുള്ളതിനെ. പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. എക്സ്പോർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എക്സ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് ഈ ഫുഡ് ഐറ്റംസ് എക്സ്പോർട്ട് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാലിക്കേണ്ട മര്യാദകൾ, പിന്നെ NEC കോഡ്, IEC കോഡ് ഇതാണ്. അടുത്തൊരു ഞാൻ നേരത്തെ പറഞ്ഞു വന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒന്ന് ഫസ്റ്റിൽ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേസ്ബുക്കാണ്, ഇൻസ്റ്റാഗ്രാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഒരു 500 അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ ലീഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന ആള് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ പിന്നെ നിങ്ങളെ ഇമെയിലോ ഒക്കെ വരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലീഡ് പിന്നെ പാർട്ടിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് എടുക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വാട്സപ്പ് ഓട്ടോമേഷനാണ്. വാട്സപ്പ് ഓട്ടോമേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരാള് നമ്മളോട് ഒരു ഹായ് ടു നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾ ചായപ്പൊടിയാണ് വിൽക്കുന്നത്. ഒരു ഹായ് ടു ചേച്ചിന്റെ ഫോണിൽ ഹായ്, എൻ്റെ ആ ചായപ്പൊടിന്റെ പേര് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു മെസ്സേജ്, നിങ്ങൾക്ക് 100 ഗ്രാം ആണോ അല്ലെങ്കിൽ പിന്നെ എത്രയൊക്കെ പാക്കറ്റിംഗ് ഉണ്ട്, 50, 100, 200ന്റെ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പോകും. അപ്പൊ അവർ പ്രൈസ് ചോദിച്ചാൽ അതിന്റെ പ്രൈസ് അടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പൊ അത് 100 ഗ്രാം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് 24 hours നമുക്ക് നമ്മുടെ വർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് വാട്സാപ്പ്. നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പ് ഇതൊക്കെ പറയരുത്. നിങ്ങൾക്ക് ലാസ്റ്റ് വൈകുന്നേരം 4 മണിയാകുമ്പോൾ കസ്റ്റമർക്ക് അയക്കാനുള്ള സാധനം ആ സമയമാകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആരൊക്കെ അയച്ചിട്ടുണ്ടോ അവർക്ക് പേയ്മെന്റ് നിങ്ങൾ ഇതിൽ ഗൂഗിൾ പേയിൽ ഇതിൽ വന്നിട്ടുണ്ടാവും. ആ സാധനം അയക്കാനുള്ള പണി മാത്രം നോക്കിയാൽ മതി. എന്ത് എളുപ്പം.
ഇത്രയും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് പിന്നെ ഗൂഗിൾ മൈ ബിസിനസ് SEO ഈ ഗൂഗിൾ ഇതിൽ നമുക്ക് ചെയ്യാം. അതിൽ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഗൂഗിളിന്റെ നമ്മുടെ മാപ്പ് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് അത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കമ്പനിയുടെ പേരും പിന്നെ വർക്കിംഗ് അവേഴ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. പിന്നെ അടുത്തത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആൾറെഡി ഉണ്ടാവും. കുറച്ച് റീൽസ് ഒക്കെ ചെയ്ത് ഫേമസ് ആയ ആൾക്കാരുണ്ടാവും. അവരെ ഏൽപ്പിച്ചിട്ട് അവരെ നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. പിന്നെ നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് എത്ര മുടക്കി, അതിന് നമ്മൾക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് കിട്ടി, മുടക്കിയതിനനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടണം. അതായത് നമ്മൾ എത്രയാണോ പരസ്യത്തിന് 1000 രൂപ ചെലവാക്കിയപ്പോ 500 രൂപയ്ക്ക് സാധനം വിറ്റു, അത് മുന്നോട്ട് പോകില്ല. 6 രൂപ പരസ്യത്തിന് മുടക്കിയപ്പോൾ 16 രൂപയ്ക്ക് സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പരസ്യത്തിന് വീണ്ടും നമുക്ക് മുടക്കാം. പിന്നെ പരസ്യത്തിന് മുടക്കാന്നുള്ളത് എക്സ്പെൻസ് ആയിട്ട് ഒരിക്കലും കണക്കാക്കരുത്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം. കാരണം പരസ്യം എന്ന് പറഞ്ഞത് ഇന്നിപ്പോ ഇയാളുടെ അടുത്തുള്ള ബ്രാൻഡിന്റെ പേരുണ്ടെങ്കിൽ നാളെ വേറൊരാൾക്ക് കൂടി ഇത് വരികയാണ്. അയാളുടെ അടുത്തുള്ള ഉപയോഗം കഴിഞ്ഞാൽ വീണ്ടും ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത വരുന്നത് നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അടിത്തറ എന്തായാലും നന്നായിട്ട് പണിയണം, അല്ലെ? അടിത്തറയില്ലാതെ നമ്മൾ അതിന്റെ മുകളിൽ എത്ര വലിയ നല്ല വീട് വെച്ചിട്ടും കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഒരു ഉൽപ്പന്നം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് അതിന്റെ ലോഗോ, ബ്രാൻഡ് നെയിമാണ്. തീർച്ചയായിട്ടും ആ ബ്രാൻഡ് നെയിം രജിസ്റ്റേർഡ് ചെയ്യേണ്ടതാണ്. ആകെ 15,000 രൂപയാണ് ഒരു ബ്രാൻഡ് നെയിം രജിസ്റ്റേർഡ് ചെയ്യാനുള്ളൂ, ചെലവുള്ളൂ. അത് സെയിം സംഖ്യ വ്യവസായ വകുപ്പ് തിരിച്ചു കൊടുക്കണില്ല. സെയിം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്ന എമൗണ്ട് 50% തിരിച്ചു കൊടുക്കുന്നതാണ് ട്രേഡ് മാർക്ക് എടുക്കണം. ഇപ്പൊ ഈ ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസിന്റെ ആ ഒരു പേര്, കാരണം നമ്മൾ ഒരു ഉൽപ്പന്നം നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റിൽ എത്തിയ സമയത്ത് വേറൊരാൾ പറയണം ഇത് ഇനി ചെയ്യാൻ പറ്റില്ല, അത് എന്റെ പേരാണ്, ഞാനത് ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു സാധനത്തിനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ അധ്വാനിച്ച കംപ്ലീറ്റ് കാര്യങ്ങളും പോയി. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ നാട്ടുപുറത്തൊക്കെ പല ബിസിനസ്സും വലുതായതിനു ശേഷമാണ് ഈ കാര്യത്തെ പറ്റി ആലോചിക്കുക. അപ്പോഴാണ് വക്കീലിനെ പോയി കണ്ടിട്ടും ബാക്കിയുള്ള സമയത്തും നമ്മൾ ഏർപ്പെട്ട ഈ ബിസിനസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി പോവാം. അപ്പൊ തുടക്കത്തിൽ ഇനിയിപ്പോ നിങ്ങൾ തുടങ്ങല്, വേറെ ആൾ തുടങ്ങല്, രജിസ്റ്റർ ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ടോ? ട്രേഡ് മാർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് അറ്റോർണി അഡ്വക്കേറ്റിനെ തന്നെ ഏൽപ്പിക്കാം, ഏതെങ്കിലും ഏജൻസിനെ ഏൽപ്പിക്കാണ്ടിരിക്കാം. അഡ്വക്കേറ്റ് ആകുമ്പോൾ അവർക്ക് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാനും അത് കറക്റ്റായിട്ട് കൊണ്ടുനടക്കാനും സാധിക്കും. പിന്നെ കൺസിസ്റ്റൻസി, അതായത് നമ്മുടെ ഒരു ബിസിനസ്സില് പിന്നെ ഒരു ബ്രാൻഡ് നെയിം ആണ്, ഒരു പേരാണെന്നുണ്ടെങ്കിലും ആ ഡിസൈനിന്റെ കളറാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറാണ്ടിരിക്കുക. പ്രൈസ് പിന്നെ വെബ്സൈറ്റിൽ ഒരു പ്രൈസ്, സാധനത്തിന്റെ മുകളിൽ വേറൊരു പ്രൈസ്, വിൽക്കുമ്പോൾ വേറൊരു പ്രൈസ്, ഇതൊക്കെ മാറാതെ സൂക്ഷിക്കുക. നമ്മൾ ആ ഒരു ലോഗോ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഡിസൈന്, നമ്മുടെ കസ്റ്റമറായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മാറാതെ നമ്മൾ ആ പ്രോഡക്റ്റിന്റെ ഐഡന്റിറ്റി ഒരിക്കലും മാറാതെ നമ്മൾ നോക്കാം. ഇപ്പൊ വാല്യൂ ഓഫ് ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം, മാർക്കറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ടാറ്റന്റെ പ്രോഡക്റ്റിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയില്ല. ഉപ്പ് പല കമ്പനിക്കാരുണ്ട്, നിങ്ങൾ ഏത് കമ്പനി ഉപ്പാണ് വാങ്ങിക്കാം? ടാറ്റ വാങ്ങിക്കാം. അതിന് കാരണം എന്താണ്? ബ്രാൻഡ് മാത്രമല്ല, ടാറ്റ എന്ന് പറഞ്ഞാൽ ഒരു മോറൽ ബിസിനസ്മാൻ എന്നാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ മോറൽ ബിസിനസ്മാൻ എന്നാണ്, അല്ലെ? ടാറ്റ നാഷൻ ബിൽഡ് ചെയ്താണ്. ടാറ്റ നമ്മുടെ നാഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട്, ഇപ്പോ ലാസ്റ്റ് നമ്മുടെ കോവിഡ് സമയത്ത് കോടികളാണ് വയനാട്ടിൽ അവർ ചെലവാക്കുന്നത്. അപ്പൊ ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റിലുണ്ടാവും. അതൊരു നല്ല ബിസിനസ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ബിസിനസിന്റെ ഏറ്റവും വലിയ മോട്ടീവ്. ഏറ്റവും വലിയ മോട്ടീവ് നമ്മൾക്ക് ആ പ്രോഡക്റ്റിനെ
ഒരു നല്ല ഉൽപ്പന്നം ഒരു ഉപഭോക്താവിന് എത്തിക്കുക എന്നുള്ളതാവണം ഏറ്റവും വലിയ മോട്ടീവ്. ആ മോട്ടീവ് നിന്നാണ് പ്രോഫിറ്റ് നമുക്ക് വരുന്നത്. ലാഭം ഉണ്ടാക്കുക എന്നുള്ള മോട്ടീവ് വെച്ചാൽ പ്രൊഡക്റ്റ് എവിടെ എത്തൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല മുതലാളികളും അംഗമുള്ള നടത്തുവാണ്. മോട്ടീവ് നിങ്ങൾക്ക് പറയാം, 10 രൂപ നിങ്ങൾക്ക് 16 രൂപ ലാഭം, കച്ചവടത്തിൽ ലാഭം കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. ഒരു 10 പേര് നിങ്ങൾ മലപ്പുറത്ത് അങ്ങാടിയിൽ ടൗണിൽ വന്ന് നിൽക്കുകയാണ്, ഇന്ന പ്രൊഡക്റ്റിന്റെ മുതലാണ്, ഓന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഓന്റെ പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേൾക്കുന്നതാണോ, 10,000 രൂപ ആ പ്രൊഡക്റ്റുമായി ലാഭം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതാണ്? അതെ, അതാണ് വലിയ മനുഷ്യന് സമ്പത്തും. അതാണ് എനർജി കൂടുതൽ കിട്ടും. നമ്മൾക്ക് പവർ കിട്ടുന്നത് ഒന്നാണ്, ലാഭത്തിലല്ല. പവർ ജനങ്ങളെ കസ്റ്റമേഴ്സ് ആണ് പവർ. അതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. എന്തൊരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇന്നത്തെ കുരുമുളക് ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ ഈ കുരുമുളക് അടുത്ത വർഷം ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഒരു 25 വർഷം മുമ്പാ തോന്നുന്നുണ്ട് കഥ പറയാൻ തുടങ്ങി, പല സ്ഥലത്ത് പറയാനാ. അന്ന് കുരുമുളകിന് 250-300 രൂപ വിലയുള്ള സമയത്ത് ഞാൻ കോട്ടയത്ത് ഒരു ക്ലാസ്സിന് ഇവരുടെ ക്ലാസ്സിലെത്തിൻ്റെ സ്പൈസ് സ്റ്റോറിന്റെ അന്ന് ഒരു ചേട്ടൻ പറഞ്ഞത് 1500-2000 രൂപക്ക് കുരുമുളക് വെക്കുന്നു. എല്ലാവരും പറഞ്ഞു കടായാണ്, ഒരിക്കലും പറ്റില്ല. പക്ഷെ അയാൾ വിവരിച്ചപ്പോഴാണ് ഞാൻ അന്തം വിട്ടത്. അയാൾ കുരുമുളകിന്റെ വള്ളിയില് ഈ തോക്കയില് ഒരു മണി ചോണക്കിലെങ്കിൽ മാത്രമേ ആ തോക്ക വറുക്കുള്ളൂ. ഒരു മണി ചോന്നത് ഉണ്ടെങ്കിൽ മാത്രമേ ആ തോക്ക എടുക്കുള്ളൂ. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നതറിയോ, ഈ സാധനത്തിന് നല്ല വൃത്തിയായ രീതിയിൽ ഉണക്കിയിട്ട് പിന്നെ സ്പൈസസ് ബോർഡിന്റെ സഹായത്തിൽ തന്നെ ഗൾഫിലുള്ള ഒരു എക്സിബിഷന് പോയിട്ട് അവിടെ ഈ പ്രോഡക്റ്റ് വെച്ച് ഏറ്റവും വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് ഇവർക്ക് വാങ്ങുന്നത്. അവർ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അഷ്യൂറൻസ് ആവശ്യമായതുകൊണ്ടാണ് അത്രയും വില കൊടുത്തിട്ട് ആ സാധനം വാങ്ങുന്നത്. അങ്ങനെ വാങ്ങാൻ ലോകത്ത് ആളുകളുണ്ട്. അവർക്ക് ആ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയില് ഇപ്പൊ ലുലു സൂപ്പർ മാർക്കറ്റിന്റെ യൂസുഫ് ഇയാൾ പറയാണ്, എന്റെ സൂപ്പർ മാർക്കറ്റിൽ ഇനി മുതൽ ഇന്ന ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ വെക്കുള്ളൂ. ആ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിൽ ഇതേപോലത്തെ സാധനങ്ങൾ വെക്കണമെങ്കിൽ ലോകത്ത് അത്ര ബ്രാൻഡുകൾ ഇഷ്ടംപോലെ ഉണ്ട്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ അവർ ചെറിയ ക്വാളിറ്റി മെയിൻ്റനൻസ് ഉള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ആ ചാൻസുകൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഇതൊക്കെ നമുക്ക് തുറന്നു തരണം. ലോകം നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്താൽ കിട്ടും. വ്യവസായ വകുപ്പ് സഹായിക്കുന്നുണ്ട്, കൃഷി വകുപ്പ് സഹായിക്കുന്നുണ്ട്, ഒരുപാട് മേളകൾക്ക് നമുക്ക് പോകാൻ സാമ്പത്തിക സഹായം വരെ പിന്നെ MSME നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. സർക്കാരിന്റെ പദ്ധതികൾ കംപ്ലീറ്റ് മനസ്സിലാക്കുക. സർക്കാരിന്റെ പദ്ധതികൾ മനസ്സിലാക്കാതെ ഒരു വ്യവസായം തുടങ്ങിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇതേ സംവിധാനങ്ങൾ യൂട്ടിലൈസ് ചെയ്ത ഒരു വ്യവസായി ഇത് ചെയ്യാത്തൊരു വ്യവസായി തമ്മിൽ മത്സരിക്കാൻ സാധിക്കില്ല. ഇയാൾക്ക് 40% സബ്സിഡി കിട്ടി, നിങ്ങൾ 1 കോടി മുടക്കി, ഇയാൾക്ക് 40 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു, ഇയാളെ ഒന്നിക്കാൻ പറ്റില്ല. അപ്പൊ ഏതൊരു സമയത്തും ആ പിന്നെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ സർക്കാർ ആവശ്യപ്പെടുന്നു, നമുക്ക് സഹായങ്ങൾ തരുന്നു, അതിനെ പറ്റിയിട്ട് പഠിച്ച് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് മാക്സിമം നമുക്ക് വെറുതെ തന്നാലേ തോന്നുന്നു. ഇതൊക്കെ നമ്മൾ അപ്പൊ ഞാൻ പറഞ്ഞത്, കുരുമുളക് നമ്മൾ പറിക്കുകയാണെങ്കിൽ ആ മരത്തിന്റെ മുകളിൽ കുരുമുളക് മൊത്തം പറിക്കും, ഒരു പണി പറിക്കും ഇല്ലേ? ഇതിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? ക്വാളിറ്റി ഉണ്ടാവില്ല, തൂക്കും ഉണ്ടാവില്ല, വരും, ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഏതൊരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനും വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ ലോക വിപണിയിൽ ഭയങ്കര സാധ്യതകളാണ്. ചെറിയ സാധ്യതകളല്ല, വലിയ സാധ്യതകളാണ്. അത് യൂട്ടിലൈസ് ചെയ്യുക, അത് മനസ്സിലാക്കുക. ചെറിയ സാധ്യതകളല്ല. നമ്മുടെ ഇവിടെ കിട്ടുന്ന പല സാധനങ്ങളും നമുക്ക് ആലോചിച്ച് പല രാജ്യങ്ങളിൽ പോയി, ചൈനയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അവിടെ നമ്മുടെ ഈ ഉണ്ടക്കിഴങ്ങില്ലേ, ഉണ്ടക്കിഴങ്ങ മിക്ക ഹോട്ടലുകളുണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടക്കിഴങ്ങ് നിന്നോ, പഴയ കാലത്ത് ഏറ്റവും പട്ടിണിക്കാരിൽ നിന്ന് ഒരു മുതലായത് കൊണ്ട് നമ്മൾ ഉണ്ടക്കിഴങ്ങിനെ പറ്റി വളരെ മോശമായിട്ടുള്ള അഭിപ്രായം ജനങ്ങളിടയില് ആരെങ്കിലും കഴിക്കോ? ഏറ്റവും കൂടുതൽ ഹൈ ഫൈബർ അടങ്ങിയ സാധനമാണ് ഉണ്ടക്കിഴങ്ങ്.
ചക്കരക്കേക്ക് നമ്മള് ആ മധുരത്തെ കിഴങ്ങില്ലേ അത് ഷുഗർ ഉണ്ടാവില്ല. ഇത് ലോകത്തുള്ള പല ആളുകൾക്കും അറിയാം, നമുക്കേത് അറിയാത്തതുള്ളൂ. ചക്ക 750 രൂപയാണ് ചക്കന്റെ പൊടിന്റെ വില മാർക്കറ്റില്. ചക്ക കൃഷി ചെയ്യുന്നു, പ്ലാവത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നു. നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ വേറെ ലാഭത്തോടെ മൂർക്കനാടും പിലാമത്തോടൊന്നും ഒന്നും പറ്റൂല, ഇവിടെ ഒന്നുമില്ല, കൃഷി ചെയ്താൽ മുതലാക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നടക്കുക. വിദേശത്ത് പല ഉണ്ടാക്കിയ സാധനങ്ങളുടെ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് ഇതൊക്കെ ഇവിടെ സാധ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ അമൂലിന്റെ കഥ. അമൂല് ഒരു ചെറിയ ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ ഈ പാൽ ഉൽപാദകർ ഭയങ്കര കഷ്ടപ്പാടിൽ പോയപ്പോ വർഗീസ് കുര്യൻ നമ്മളെ കേരളത്തിൽ നിന്ന് പോയ കോഴിക്കോട്ടുകാരനായ മലയാളി ചെയ്തുണ്ടാക്കിയതാ. നമുക്ക് പറ്റും. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യവസായ വകുപ്പ് ബാക്കിയുള്ളതും ഇതുപോലത്തെ ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ച് നമ്മുടെ അറിവുകൾ പകർത്താൻ വേണ്ടി ഇതുപോലത്തെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. പിന്നെ പുതിയ സംരംഭങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇത് കൂടി പറയാതെ പോകാൻ പറ്റില്ല. ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി, എങ്ങനെയാണ് നമ്മളുടെ അക്സെപ്റ്റൻസ്, എങ്ങനെയാണ് മാർക്കറ്റിന്റെ അക്സെപ്റ്റൻസ് എങ്ങനെയാണ്. പിന്നെ ക്വാളിറ്റി, രണ്ടാമത്തത് ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ബ്രാൻഡിങ്ങിനെ അവഗണിക്കൽ പരാജയപ്പെടാണ്ടായ ഒരു കാര്യം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കാതിരിക്കുന്നത് പരാജയപ്പെടാനുള്ള വലിയ കാരണം. പിന്നെ ഏറ്റവും വലിയ കാരണം സാധാരണ എല്ലായിടത്തും പറ്റുന്നത് ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ ഒന്ന് സ്പീഡ് പറയണം. ക്യാഷ് ഫ്ലോ, ഫണ്ട്, അതേമാതിരി ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ ലോണിന്റെ തിരിച്ചടവ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ 10 ലക്ഷം രൂപ ലോൺ ഉണ്ടെങ്കിൽ ഇതിന്റെ ഫണ്ട് തിരിച്ചടവും കാൽക്കുലേറ്റ് ചെയ്ത് അത് എക്സ്പെൻസ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റുന്നവർക്ക് മാത്രമേ ലോൺ എടുക്കാൻ പറ്റൂ. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ബാങ്കും വ്യവസായ വകുപ്പും ലേശം അകന്നു നിൽക്കുന്നത് ബാങ്കിന്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ്.